നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 24 ബുധനാഴ്ച, ധനു 9. പുതിയൊരു വാർത്താ പുലരിയിലേക്ക്, വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട്ട് നിന്ന് സമീർ സി മുഹമ്മദ് എന്നിവർ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. SIR കരട് വോട്ടർ പട്ടികയിൽ പരാതികളും ആക്ഷേപങ്ങളും ഇന്നു മുതൽ അറിയിക്കാം. അതുപോലെ PM ശ്രീയിൽ തുടർ നടപടികളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അതിനിടയിൽ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരാൻ പോകുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പുകൾ ഒക്കെ ഇന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്, തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ് MG പ്രതീഷ്? അർജിത്ത്, കരട് വോട്ടർ പട്ടിക ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ വലിയ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. 24.8 ലക്ഷം പേരാണ് ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തായിട്ടുള്ളത്. ഈ പുറത്തായവർക്ക് പരാതികളും ഈ മറ്റു കാര്യങ്ങളും ആശങ്കകളും അറിയിക്കാനുള്ള സമയമാണ് ഇനിയുള്ളത്. ജനുവരി 22 വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും പരാതികളും അറിയിക്കാം. ഈ ഒഴിവാക്കിയവരുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വോട്ടർ പട്ടികയുടെ പകർപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് വഴി നിയമസഭാ മണ്ഡലങ്ങൾ, ബൂത്ത് തലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി തങ്ങളുടെ പേര് ഈ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഓരോരുത്തർക്കും ഉറപ്പാക്കാൻ കഴിയും. ഈ കൃത്യമായി പരാതികൾ നൽകി ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർ അതിന്റെ കാരണം ബോധിപ്പിച്ചാൽ അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം ഉറപ്പാക്കും എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അർഹതപ്പെട്ട ആരെയും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കില്ല, അവർക്ക് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പ് നൽകുന്നുണ്ട്. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ഈ മന്ത്രിമാർ പ്രധാനമായും ഒരു മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രസന്റേഷൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് വകുപ്പുമായി ബന്ധപ്പെട്ട ഇനി നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ, ഒപ്പം ഈ പൂർത്തിയായി കഴിഞ്ഞ പദ്ധതികൾ, ഇതിന്റെ ഒരു പ്രസന്റേഷൻ ആയിരിക്കും മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ പ്രധാനമായും നിയമസഭാ തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തിയാകാൻ പോകുന്ന പദ്ധതികളുടെ ഒരു പ്രസന്റേഷൻ മന്ത്രിമാർ ഇന്ന് അവതരിപ്പിക്കുന്നത്. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രതീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി കൊച്ചിയിലേക്ക് പോയാൽ വിഷ്ണു സുരേഷ് തയ്യാറാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കൊച്ചി മേയർ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനകത്ത് ഉള്ള അതൃപ്തി, ഡെപ്യൂട്ടി മേയറുമായി ബന്ധപ്പെട്ട് മുന്നണിക്കകത്ത് ലീഗ് ഉയർത്തുന്ന കൂടിയാലോചന നടന്നില്ല എന്നുള്ള പരാതി. ആലപ്പുഴ ജില്ലയിലേക്ക് പോയാൽ അവിടെ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട ആശങ്ക. അങ്ങനെ മധ്യകേരളത്തിലും ഇന്ന് വാർത്തകൾ ഏറെയുണ്ട്. വിവരങ്ങൾ വിഷ്ണു. ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ ഈ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദങ്ങൾ തുടരുകയാണ്. അത് VK മിനിമോളിനെ ആദ്യ ടൈമിലും അതിനുശേഷം ഷൈനു മാത്യു മേയറായി എത്തുമെന്ന് DCC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിൽ അതിനെല്ലാം അപ്പുറത്ത് ദീപ്തി മേരി വർഗീസ് എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി തന്നെ ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി അറിയിച്ചു. അവർ വ്യക്തമാക്കുന്നത്, നേരത്തെ KPCC ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. തർക്കമുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടെങ്കിൽ KPCC നിരീക്ഷണത്തി ആ തർക്കം പരിഹരിക്കണം എന്നായിരുന്നു ആ നോംസിൽ ഉണ്ടായിരുന്നത്. അത് പാലിച്ചിട്ടില്ല. കോർ കമ്മിറ്റി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് കോർ കമ്മിറ്റി വിളിച്ചില്ല. എന്തുകൊണ്ടാണ് തന്നെ മാറ്റിയത് എന്ന കാര്യത്തിൽ അറിയില്ല. അവർ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനോടൊക്കെ ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു വിശദമായ പ്രതികരണത്തിന് സാധ്യതയുണ്ട്. ഒപ്പം ദീപ്തിക്ക് വലിയ പിന്തുണ സമൂഹ മാധ്യമത്തിലടക്കം വരുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ദീപ്തിയെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. ഇന്നലെ മാത്യു കുഴൽനാടന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ മേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന്, അല്ലെങ്കിൽ മേയർ സ്ഥാനത്ത് നിന്ന് ദീപ്തി എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നതിന് ഭാഗമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട്. ഒപ്പം പരസ്യ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിലാണ് ദീപ്തി ഒഴിവാക്കിയത് എന്നുള്ള വലിയ വിമർശനങ്ങൾ കോൺഗ്രസിനിടയിൽ തന്നെ വരുന്നുണ്ട്. ഒപ്പം ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാത്തതിൽ ലീഗും അതൃപ്തി പ്രകടിപ്പിച്ചു. മുന്നണി മര്യാദകൾ പാലിച്ചിട്ടില്ല എന്നാണ് ലീഗ് വ്യക്തമാക്കുന്നത്. ഏകപക്ഷീയമായി, അതായത് ഭരണത്തിൽ ഭൂരിപക്ഷമുള്ളപ്പോൾ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ലീഗിന്റെ നിലപാട്. ഇന്ന് ലീഗ് ജില്ലാ നേതൃയോഗം ചേരുന്നുണ്ട്. അതിലായിരിക്കും അവർ ഒരു
തുടർ തീരുമാനമെടുക്കുക. നിസ്സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ആലോചനയിലുണ്ട്. അതിനിപ്പോൾ എങ്ങനെയാണ് കോർപ്പറേഷൻ ഭരണത്തെ ബാധിക്കാൻ പോകുന്നതുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ആലപ്പുഴയിലേക്കും കോട്ടയത്തേക്കും പോയാൽ അവിടെ പക്ഷിപ്പനി വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണകളിലൊക്കെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലങ്ങളോടനുബന്ധിച്ച് പക്ഷിപ്പനി സ്ഥിരമായി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ 8 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 1981 വരുന്ന താറാവുകളെ കൊല്ലാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കള്ളിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ ഇന്നോ തന്നെ കള്ളിങ് ആരംഭിക്കും. ആദ്യത്തെ വാർഡുകളിൽ തകഴി, അതോടൊപ്പം തന്നെ പുന്നപ്ര പോലുള്ള വാർഡുകളിലെ ആദ്യത്തെ വാർഡുകളിലാണ് ഇത്തരത്തിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നത്. ആ വാർഡുകളിലൊക്കെ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ മധ്യ കേരളത്തിൽ പ്രധാനമായും ഈ കോൺഗ്രസ് UDF തർക്കങ്ങളും അതോടൊപ്പം ഈ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുമാണ് ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ടി.കെ. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ സമീർ സി മുഹമ്മദ് തയ്യാറാണ്. സമീർ, എന്തൊക്കെയാണ് ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ? മലപ്പുറം ജില്ലയിൽ ഭൂചലനം അനുഭവപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് പരിശോധന നടക്കാൻ പോകുന്നു. ഇതടക്കം വിവരങ്ങൾ സമീർ. ഗുഡ് മോർണിംഗ് വിജിത്ത്. മലബാറിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാന വാർത്തകളിൽ ഒന്ന് മലപ്പുറത്ത് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ആ പ്രകമ്പനം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധനയാണ്. ഇന്നലെ രാത്രി 11:20 കൂടിയാണ് വലിയ ഒരു ഉഗ്രശബ്ദത്തോടു കൂടിയുള്ള ഒരു നേരിയ പ്രകമ്പനം ഉണ്ടാവുകയും ആളുകൾ വലിയ പരിഭ്രാന്തരാകുകയും ചെയ്തത്. പ്രധാനമായും കോട്ടക്കൽ, വേങ്ങര മേഖലകളിലായിരുന്നു ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടായത്. വീടുകളുടെ ജനാലകൾ ഇളകുന്നു, അതുപോലെ തന്നെ വാതിലുകൾ ഇളകുന്നു, പാത്രങ്ങളൊക്കെ ഇളകി താഴേക്ക് വീഴുന്നു, ഫാനുകൾ തൂങ്ങി ആടുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വളരെ കുറഞ്ഞ സമയത്താണെങ്കിലും വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാത്രി വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരമൊരു ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ഇന്ന് വിദഗ്ധ സംഘം ഈ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുക. 10 മണിയോടുകൂടിയായിരിക്കും ജില്ലാ ജിയോളജി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് പരിശോധന നടത്തുക. നിലവിൽ അതൊരു ഭൂചലനമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പരിശോധന എത്തിയിട്ടില്ല. എന്തായാലും വിദഗ്ധ സംഘം എത്തുകയും വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്യും. ആളുകൾ വലിയ ആശങ്കയിലാണ്. അവിടെ തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ അത് ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അവിടെ ജനാലകളും അതുപോലെ തന്നെയൊക്കെ ഈ വാതിലുകളൊക്കെ ഇളകുന്നതും പാത്രങ്ങളൊക്കെ ഇളകി വീഴുന്നതും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒരു വിറയൽ അനുഭവപ്പെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് ഈ പ്രതിഭാസം എന്നത് സംബന്ധിച്ച് കണ്ടെത്താൻ വിദഗ്ധ സംഘം പരിശോധന നടത്തും. 3-ൽ താഴെ പ്രകമ്പനം ഉണ്ടാവുന്ന തീവ്രത കുറഞ്ഞ ഒരു പ്രകമ്പനം മാത്രമാണ് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും 10 മണിയോടുകൂടിയായിരിക്കും ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് പരിശോധന നടത്തുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈലിന്റെ വരും തലമുറ വേർഷൻ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മിസൈൽ ലക്ഷ്യങ്ങളെ കൃത്യമായി ഭേദിച്ചെന്ന് DRDO അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച RF സീക്കർ ഉപയോഗിച്ചായിരുന്നു വ്യോമ പ്രതിരോധ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹ വിക്ഷേപണം ഇന്ന് രാവിലെ 8:54 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപണം. ലോകത്തെവിടെയും സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം. ലോകത്തെവിടെയും നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈൽ വികസിപ്പിച്ചെടുത്ത ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം. സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു മൊബൈൽ ടവർ പോലെയാണ് ഇവ പ്രവർത്തിക്കുക. പ്രത്യേക സാറ്റലൈറ്റ് ഫോണുകളോ വലിയ ഡിഷ് ആന്റനകളോ ഇല്ലാതെ തന്നെ ഉപഭോക്താവിന്റെ കൈവശമുള്ള സാധാരണ 4G, 5G സ്മാർട്ട് ഫോണുകളിൽ നേരിട്ട് ഇന്റർനെറ്റും വോയിസ് കോളുകളും ലഭ്യമാക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ലോകത്ത് മൊബൈൽ കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കവറേജ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സമുദ്രങ്ങളിലും മരുഭൂമികളിലും വിദൂര വനമേഖലകളിലും ഉൾപ്പെടെ തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഇതുവഴി സാധ്യമാകും. ലോ എർത്ത് ഓർബിറ്റിൽ വിക്ഷേപിക്കുന്ന ഏറ്റവും വലിയ വാണിജ്യ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമാണ് ഇത്. 6500 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തിന്റെ ആന്റനയ്ക്ക് മാത്രം 2400 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ ഉപഗ്രഹത്തിനും സെക്കൻഡിൽ 120 Mbps വരെ വേഗതയിലുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ കഴിയും. നിലവിൽ സ്റ്റാർലിങ്ക് പോലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാൻ പ്രത്യേക റിസീവറുകൾ ആവശ്യമാണ്. എന്നാൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സാങ്കേതികവിദ്യ വരുന്നതോടെ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് തന്നെ ബഹിരാകാശത്ത് നിന്നുള്ള ഇന്റർനെറ്റ് നേരിട്ട് ലഭ്യമാകും. ISRO ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ള ഏറ്റവും ഭാരമേറിയ വിദേശ ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2. LMB-3യിൽ ISRO നടത്തുന്ന 9ാമത്തെ വിക്ഷേപണമാണ് ഇത്.
റിസർച്ച് ഡെസ്ക് 24. പ്രതിപക്ഷമില്ലാതെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ 6 മാസത്തിലൊരിക്കൽ വികസന സഭ സംഘടിപ്പിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത് നടത്തേണ്ടത്. മലപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുസ്ലിം ലീഗ് പ്രതിനിധികൾക്ക് ജില്ലാ കമ്മിറ്റി കുറ്റിപ്പുറത്ത് നൽകിയ സംഗമത്തിലായിരുന്നു നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ല പച്ച ഉതച്ചപ്പോൾ ചിലയിടങ്ങളിൽ ചോദിക്കാനും പറയാനും പ്രതിപക്ഷം പോലുമില്ല. ജില്ലാ പഞ്ചായത്ത്, ചില ബ്ലോക്ക് പഞ്ചായത്തുകൾ, കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ, എല്ലായിടത്തും മുസ്ലിം ലീഗ് മേധാവിത്വം. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും പെർഫോമൻസ് ഓഡിറ്റ് 6 മാസത്തിലൊരിക്കൽ നടത്തണം. പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം തിരഞ്ഞു കണ്ടെത്തണം. ജില്ലാ പഞ്ചായത്തിൽ ജനങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്തപ്പോൾ പ്രതിപക്ഷം ഔട്ടായി വന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ പ്രതിപക്ഷ ശബ്ദങ്ങളെ മാനിക്കാതിരിക്കരുത്. മാസിക രീതിയിലോ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് റിവാലുവേഷൻ നടത്തിക്കൊണ്ട് നിങ്ങളുടെ വീഴ്ചകൾ, അതുപോലെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതേക്കുറിച്ചൊക്കെ പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങൾ എല്ലാ കമ്മിറ്റിയും പാർട്ടിയും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വയം സംതൃപ്തിയിലേക്ക് വഴിതരുത്. അധികാരത്തിന്റെ അഹങ്കാരം ഭരണത്തെ തകർക്കും എന്ന മുന്നറിയിപ്പും സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നൽകി. പഞ്ചായത്ത്, ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതിൽ സർപ്രൈസ് തീരുമാനങ്ങൾക്കും സാധ്യതയുണ്ട്. സമീർ ബിൻ കരീം, 24, തിരൂർ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മലപ്പുറം തെന്നലയിൽ തോൽവിയും ആഘോഷമാക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി. തെന്നല പഞ്ചായത്ത് 6ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായിരുന്ന മജീദാണ് നാട്ടുകാർക്കും പഞ്ചായത്തിലെ തോറ്റ LDF സ്ഥാനാർത്ഥികൾക്കുമായി ഗാനവിരുന്നൊരുക്കി ആഘോഷമാക്കിയത്. തെരഞ്ഞെടുപ്പിലെ തോൽവിയും ആഘോഷമാക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി. തെന്നല പഞ്ചായത്ത് 6ാം വാർഡ് LDF സ്ഥാനാർത്ഥിയാണ് ഇതിപ്പോൾ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ തോറ്റിരിക്കുകയാണ്, പക്ഷേ ആഘോഷമാണ് ഇവിടെ കാണുന്നത്. എന്താ സംഭവം? തോറ്റു എന്ന് പറയാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. സാങ്കേതികമായിട്ട് പറഞ്ഞാൽ കുറച്ച് വോട്ടുകൾ കുറവായി, സ്വാഭാവികമായിട്ടും എനിക്ക് മെമ്പറാകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതൊരിക്കലും എൻ്റെ ഒരു തോൽവിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ വിശ്വസിച്ച് ഒരുപാട് പേര് രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ ഒരു നന്ദി പറയുക എന്നുള്ളതാണ് ഈ പാർട്ടി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ജയം മാത്രമല്ലല്ലോ, തോൽവിയുടെ ഭാഗത്തും ആളുകൾ ആഘോഷിക്കണം. ഞങ്ങൾ ആ ആഘോഷമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരാശരല്ല, ഒരിക്കലും നിരാശരല്ല. നമ്മളെന്തിനാണ് നിരാശപ്പെടുന്നത്? കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ പരമ്പരാഗത വോട്ടുകൾ, അതുപോലെ ഒരുപാട് ഫാക്ടറുകളുണ്ടല്ലോ ഒരാൾ തോൽക്കാനുള്ള എന്ന് വെച്ചിട്ട് അത് ഞങ്ങളുടെ നമ്പറിൽ മാത്രമേ ഞങ്ങൾ തോറ്റിട്ടുള്ളൂ. ഞങ്ങളുടെ ഈ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇച്ഛാശക്തിയോ ഒന്നും കുറഞ്ഞിട്ടില്ല. ഒരു തോൽവിക്ക് പുറകെ വീണ്ടും ഒരു ജയം ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനെ ആവർത്തിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ നടത്തുന്നത്? ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ഇവിടെ നടത്തിയത് എല്ലാവരെയും ഒന്ന് വിളിക്കുക. ഇവിടെയുള്ള ജനങ്ങൾ, എനിക്ക് വോട്ട് ചെയ്തവർ മാത്രമല്ല, എനിക്ക് വോട്ട് ചെയ്യൂല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ആളുകളുമുണ്ട്. അവരെയും ഒന്ന് ക്ഷണിച്ചിട്ട് എല്ലാവരുടെയും ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ളൊരു സായാഹ്നം അവർക്ക് വളരെ സന്തോഷകരമായിട്ട് ഒന്ന് കൂടി ഞങ്ങളെല്ലാവരുടെയും സ്വറ പറഞ്ഞിരുന്ന് നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ കൂടെ തന്നെ നമ്മളുണ്ടാവും. തീർച്ചയായിട്ടും നാട്ടുകാരപ്പം എപ്പോഴും എല്ലാ കാര്യത്തിലും ഉണ്ടാവും. നമുക്ക് തോറ്റു എന്നുള്ളത് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും അതുപോലെ തന്നെ ആ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് എങ്ങനെയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ പിറകിലെടുക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആ തോൽവിയുടെ കാരണങ്ങൾ എന്താണെന്ന് പിറകിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ തോൽവി എനിക്ക് സമ്മാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തെരഞ്ഞെടുപ്പിലെ തോൽവിയും ഒരു അവസരമാക്കി മാറ്റുകയാണ് ഇദ്ദേഹവും നാട്ടുകാരും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24, തിരൂർ. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം വിഴിഞ്ഞം വാർഡിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 3 മുന്നണികൾക്കും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ 9 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ BJPക്ക് 1 സീറ്റാണ് അധികമായി വേണ്ടത്. പരാജയം ഏറ്റുവാങ്ങിയ LDFനും വിഴിഞ്ഞം വാർഡ് നിർണായകമാണ്. വിഴിഞ്ഞം വാർഡിൽ വിജയിക്കാനായാൽ UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി സീറ്റ് നേടുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. വിമത സ്ഥാനാർത്ഥികൾ മുന്നണികൾക്ക് തലവേദനയാണ്. മുൻ കൗൺസിലർ NA റഷീദാണ് CPIM വിമതൻ. N നൌഷാദാണ് CPIM സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ കൗൺസിലറുമായ KH
സുധീർഗനെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹി ഹിസാൻ ഹുസൈനും മത്സര രംഗത്തുണ്ട്. വയനാട് മേപ്പാടി ബോച്ചെ 1000 ഏക്കറിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ കാർണിവലിന് വർണ്ണാഭമായ തുടക്കം. മേപ്പാടിയിൽ നടത്തിയ റോഡ് ഷോയോടെയാണ് പരിപാടി തുടങ്ങിയത്. ജനുവരി 4 വരെ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് കാർണിവൽ നടക്കുക. ഈ മാസം 31 റാപ്പർ വേടൻ, ഗൗരി ലക്ഷ്മി എന്നിവർ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വയനാട് ടൂറിസം അസോസിയേഷനും ബോച്ചെ 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മേപ്പാടി പഞ്ചായത്ത് ഓഫീസിന് അടുത്തുനിന്ന് തുടങ്ങിയ വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ബാൻഡ് മേളത്തിന്റെയും വിവിധ കലാപരിപാടികളോടുകൂടിയും നടന്ന ഘോഷയാത്ര മേപ്പാടി ടൗണിൽ സമാപിച്ചു. വയനാടിന്റെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഇപ്രാവശ്യം കേരളം ആഘോഷിക്കുന്നത് വയനാട്ടിലാണ്. അതിന്റെ വയനാട് കാർണിവൽ ഫെസ്റ്റ് ഇന്നു മുതൽ തുടങ്ങി ജനുവരി 4 തീയതി വരെ എല്ലാ ദിവസവും വ്യത്യസ്ത പരിപാടികളോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ കലാപരിപാടികളും മ്യൂസിക്കൽ നൈറ്റുമാണ് കാർണിവലിൽ ഒരുക്കുന്നത്. ഇന്ന് മോണിക്ക സ്റ്റാർലിംഗ് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും നാളെ നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ ഗാനമേളയും നടക്കും. 31 നടക്കുന്ന റാപ്പർ വേടൻ, ഗൗരി ലക്ഷ്മി എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നാണ് കാർണിവലിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി. രാത്രി പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ചടങ്ങും കാണികൾക്ക് ആവേശം പകരും. 24 വയനാട്. ഇന്ത്യയുമായി അനുരഞ്ജന ശ്രമവുമായി ബംഗ്ലാദേശ്. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കാൻ ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന് ഉദ്ദേശമില്ലെന്നും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധയെന്നും ഇടക്കാല സർക്കാരിന്റെ ധനകാര്യ ഉപദേഷ്ടാവ് സാലിഹുദ്ദീൻ അഹമ്മദ് വ്യക്തമാക്കി. ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇടക്കാല സർക്കാർ നയിക്കുന്ന മുഹമ്മദ് യൂനുസ്. ഇന്ത്യയിൽ നിന്നും 50,000 മെട്രിക് ടൺ അരി ഇറക്കുമതി ചെയ്യാൻ ബംഗ്ലാദേശ് തീരുമാനിച്ചതായും സാലിഹുദ്ദീൻ പറഞ്ഞു. അതിനിടെ ഇന്ത്യ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ 2ാം വട്ടവും വിളിച്ചു വരുത്തി. ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി തങ്ങളുടെ നയതന്ത്രജ്ഞരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നടപടി. തുർക്കിയിൽ വിമാനാപകടത്തിൽ ലിബിയൻ സൈനിക മേധാവി ജനറൽ മുഹമ്മദ് അലി അൽ ഹദ്ദാഹ് അടക്കം 4 പേർ കൊല്ലപ്പെട്ടു. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ നിന്നും വിമാനം പറന്നുയർന്ന് അരമണിക്കൂറിനുള്ളിലായിരുന്നു അപകടം. ഇന്നലെ രാത്രി പ്രാദേശിക സമയം 9 മണിയോടടുത്തായിരുന്നു അപകടം. തുർക്കിയും ലിബിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള ഉന്നതതല ചർച്ചകൾക്കായാണ് ഹദ്ദാദും സംഘവും തുർക്കിയിലെത്തിയത്. വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അഭ്യർത്ഥന നടത്തിയിരുന്നു. ഹദ്ദാദിന്റെ മരണം രാജ്യത്തിന് തീരാനഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അബ്ദുൽ ഹമീദ് ദബേബ പ്രസ്താവനയിൽ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കുരുക്കായി ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ അയച്ച കത്ത്. ജയിലിൽ കഴിയുന്ന സമയത്ത് ജയിലിൽ കഴിയുന്ന മറ്റൊരു ലൈംഗിക കുറ്റവാളി ലാറി നാസറിന് അയച്ച കത്തിലാണ് പ്രസിഡന്റ് കൊച്ചു പെൺകുട്ടികളുമായി സ്നേഹം പങ്കിടുന്നുവെന്ന് എപ്സ്റ്റീൻ പരാമർശിച്ചിരിക്കുന്നത്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ എപ്സ്റ്റീൻ ഫയലുകളിലാണ് കത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. കത്ത് വ്യാജമാണെന്ന് FBI കണ്ടെത്തിയതായി നീതിന്യായ വകുപ്പ് സമൂഹമാധ്യമമായ എക്സിൽ വ്യക്തമാക്കി. അതിനിടെ എപ്സ്റ്റീന്റെ സ്വകാര്യ ജെറ്റിൽ 1993 96 ഇടയിൽ ട്രംപ് 8 തവണ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. ജെഫ്രി എപ്സ്റ്റീനുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നെങ്കിലും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ഉപഭോക്താവിനെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ബോധവൽക്കരണമാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഉപഭോക്തൃ സംസ്ഥാനമായി അറിയപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്തൃ അവകാശങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണം അനിവാര്യവുമാണ്. ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള സേവനവും ഉത്പന്നങ്ങളും ലഭിക്കുക എന്നത് ഉപഭോക്താവിന്റെ അവകാശമാണ്. ഗുണമേന്മയില്ലാത്ത ഉത്പന്നങ്ങൾ വിൽക്കുന്നതും മായം ചേർക്കുന്നതും അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാട്ടുന്നതുമെല്ലാം കടുത്ത വഞ്ചനയാണ്. ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെട്ടാൽ പരാതിപ്പെടാൻ അവസരമൊരുക്കുന്നതിനാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. 1986 ഡിസംബർ 24 നിയമം നിലവിൽ വന്നത്. ഉപഭോക്താവിന് നീതി ലഭ്യമാക്കാൻ ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങൾ നിലവിലുണ്ട്. പരസ്യം മൂലം കബളിപ്പിക്കപ്പെടുക, വാങ്ങുന്ന സാധനങ്ങൾക്ക് കേടുപാട്, തൃപ്തികരമല്ലാത്ത സേവനം, MRPയേക്കാൾ കൂടുതൽ വില ഈടാക്കുക എന്നീ കാരണങ്ങളാൽ ഉപഭോക്താവിന് തർക്ക പരിഹാര ഫോറങ്ങളിൽ പരാതിപ്പെടാം. ഓൺലൈൻ വ്യാപാര മേഖലയും ഇപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിലുണ്ട്. റിസർച്ച് ഡെസ്ക് 24.
വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ലിനുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉദയംപേരൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് കൊല്ലം സ്വദേശി ലിനുവിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ലിനുവിന്റെ ജീവൻ രക്ഷിക്കാൻ നടുറോഡിൽ ശസ്ത്രക്രിയ നടത്തിയ 3 യുവ ഡോക്ടർമാരുടെ ശ്രമങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു. കൊച്ചിയിലെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ലിനുവിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഇന്നലെ ഉച്ചയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അസമിലുണ്ടായ വൻ സംഘർഷത്തിൽ 2 പേർ മരിച്ചു. ഖെറോണിയിൽ നിന്നും ഹിന്ദി സംസാരിക്കുന്നവരെ ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കർബി ഗോത്ര വിഭാഗം നടത്തിയ സമരമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. നിരവധി വീടുകളും കടകളും വാഹനങ്ങളും കത്തിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനമടക്കം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക, 2 ജില്ലകളിൽ നിരോധനാജ്ഞ പോലുള്ള നിയന്ത്രണങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കാര്യങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ബൽറാം നെടുങ്ങാടി. റിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ അസമിൽ കർബി മേഖലയിൽ വലിയ സംഘർഷം ഉണ്ടായത്. കഴിഞ്ഞ ഏതാണ്ട് 10 ദിവസത്തോളമായി ഈ മേഖലയിൽ ഈ ഹിന്ദി വിഭാഗക്കാരെ ഈ മേഖലയിൽ നിന്നും കുടിയൊഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗോത്ര വിഭാഗത്തിന്റെ നിരാഹാര സമരം നടന്നു വരികയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടുകൂടി സംസ്ഥാന മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും തുടർന്ന് അതിന് പിന്നാലെ ഈ സമരം നടത്തി വരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളൊരു പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗോത്ര മേഖലയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച എന്നാൽ പോലീസ് നടപടിയിലൂടെ ഈ സംഘർഷം അവസാനിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് നിന്നും ഖറൌണി നഗരമേഖലയിൽ നിന്നും നേപ്പാളികളും ബീഹാറികളും ഭൂരിപക്ഷമായ ഈ പുറമേ നിന്ന് എത്തിയ ആളുകളെ ഒഴിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർബി ഗോത്ര വിഭാഗക്കാരുടെ നേതൃത്വത്തിൽ സംഘർഷമുണ്ടായത്. ഈ സംഘർഷത്തിനിടെയാണ് 2 പേർ മരിച്ചിരിക്കുന്നത്. ഒരു ഗോത്ര വിഭാഗക്കാരനും ഒരു ഹിന്ദി വിഭാഗത്തിൽ നിന്നുള്ള 2 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരവധി വീടുകൾ, വാഹനങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട് പ്രതിഷേധക്കാർ. കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർത്തിയാവുകയാണ്.